ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന റിവ്യൂ ആണ്. ഇനി മുതൽ നമ്മുടെ ചാനലിൽ ചില എക്യുപ്മെന്റ്സിന്റെയും വെഹിക്കിൾസിന്റെയും കൂടെ റിവ്യൂസ് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അതിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിന്റെ റിവ്യൂ ആണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റായ ബോട്ടിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് റിവ്യൂ ആണ്. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. ഇതാണ് നമ്മുടെ ബോട്ടിന്റെ കേസിംഗ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയർ ക്വാളിറ്റി തന്നെയാണ് ഈ കേസിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. ആക്ച്വലി 2015 ഈ ബോട്ട് എന്ന ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ അകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഫീച്ചേഴ്സിലാണ് നമുക്ക് പോരായ്മകൾ തോന്നിയത്, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ ഈ കാണുന്നതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് CVC ആണ്. അപ്പൊ നമുക്ക് CVC നോയിസ് ക്യാൻസലേഷൻ എന്താന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. CVC നോയിസ് ക്യാൻസലേഷൻ എന്താന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്തു നിന്നുള്ള, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സൗണ്ടുകളൊന്നും നമ്മുടെ കോളിനെ ബാധിക്കില്ല. നമ്മൾ ആരാണോ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ സൗണ്ട് മാത്രം നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം. മറ്റുള്ള പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ, അതായത് ഇപ്പം ഈവൻ വിൻഡിന്റെ ശബ്ദം പോലും നമുക്ക് ഇതിനെ ബാധിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. അതാണ് CVC നോയിസ് ക്യാൻസലേഷൻ എന്നുള്ളതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇനി A2DP എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ഓഡിയോ ഡിസ്ട്രിബ്യൂഷൻ പ്രൊഫൈൽ എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മൾ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് മറ്റൊരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എത്രമാത്രം സൗണ്ട് ക്വാളിറ്റിയിൽ നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റും. അതാണ് A2DP എന്ന് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കണക്ട് 2 ഡിവൈസസ് സൈമിൾട്ടേനിയസ്ലി. അതായത് നമുക്ക് 2 ഡിവൈസസ് ഒരേ സമയം ഈ ഹെഡ്സിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. നാലാമത്തെ എന്ന് പറയുന്നത് ഡൈനാമിക് ഡ്രൈവേഴ്സ്. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഡൈനാമിക് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞ പവറിൽ തന്നെ കൂടുതൽ ബാസിലും കൂടുതൽ ലൗഡറിലും നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റും. അതാണ് 10mm ഡൈനാമിക് ഡ്രൈവേഴ്സ് കൊണ്ട് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ ലാസ്റ്റ് 2 ഫീച്ചേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് മാഗ്നറ്റിക് ലോക്കും പിന്നെ മ്യൂസിക് പ്ലേ ബാക്ക് 6 hour ടൈമും. ഇനി നമുക്കിതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിന്റെ അകത്തുള്ള പോർഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഇതിന്റെ വാറണ്ടി കാർഡ്. നമുക്ക് 1 year വാറണ്ടിയാണ് ബോട്ട് നമുക്കിത് നൽകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ടിന്റെ ഹെഡ്സെറ്റ്. ഇതിൽ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 3 സ്വിച്ചാണ്. ഒരെണ്ണം വോളിയം ഇൻക്രീസ് ചെയ്യാനും വോളിയം ഡിക്രീസ് ചെയ്യാനും, പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടണ്, പിന്നെ ഈ നടുക്കത്തെ ബട്ടൺ തന്നെയാണ് നമ്മുടെ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ഫോർവേഡും പ്രീവിയസും പോകാൻ ഉപയോഗിക്കുന്ന ബട്ടൺ നടുക്കത്തെയാണ്. പിന്നെ ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിക് ലോക്ക്. അതായത് നമ്മളിത് കരുതിക്കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ മാഗ്നറ്റിക് ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റൈഡ് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ബൈക്കിൽ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയും പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ മാഗ്നറ്റിക് ലോക്ക് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ബോട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ വേറെ ലെഫ്റ്റ് സൈഡിൽ വേറെ സ്വിച്ച് ഒന്നും വേറെ കൊടുത്തിട്ടില്ല. പിന്നെ റൈറ്റ് സൈഡിലാണ് നമുക്ക് USB ചാർജിങ് കേബിൾ വന്നിരിക്കുന്നത്. സാധാരണ USB ചാർജിങ് കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ലൈറ്റിന് ഇൻഡിക്കേഷനും ഉണ്ട്. അത് ചാർജ് തീരുന്ന സമയത്ത് നമുക്ക് റെഡ് ഇൻഡിക്കേഷൻ വരും. ചാർജ് ഫുൾ ആകുന്ന സമയത്ത് ഒരു ബ്ലൂ ഇൻഡിക്കേഷൻ ആയിരിക്കും ഇവിടെ തെളിയുന്നത്. എന്ന് പറയുന്നത് നല്ലൊരു പ്രീമിയം ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റിയിൽ ഒട്ടും തന്നെ അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നല്ലൊരു ക്വാളിറ്റിയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാനിത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഗെയിമിങ്ങിനും മ്യൂസിക് കേൾക്കാൻ വേണ്ടിയാണ്. ഈ 2 കാര്യത്തിൽ ഞാൻ പറയും ദ ബെസ്റ്റ് ആയിട്ടുള്ളത് ബോട്ടിന്റെ ഹെഡ്സെറ്റ് തന്നെയായിരിക്കും. പിന്നെ ചെറിയതായിട്ടുള്ള ഒരു പ്രോബ്ലം എനിക്ക് തോന്നി എന്താന്ന് വെച്ചാൽ ഇതിന്റെ CVC ടെക്നോളജി, അതായത് ക്ലിയർ വോയിസ് ക്യാപ്ചറിംഗിൽ ഒരു ചെറിയ പോരായ്മ തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില സൗണ്ടുകൾ എന്റെ കോളിനെ ബാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു മെയിൻ പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ബാറ്ററി ബാക്കപ്പിന്റെ ഇൻഡിക്കേഷൻ. ഇതിന്റെ ബാറ്ററി ബാക്കപ്പിന്റെ ഇൻഡിക്കേഷൻ ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഈ 2 പോരായ്മകളാണ് എനിക്ക് മെയിൻ ആയിട്ടും തോന്നിയിട്ടുള്ളത്. ഇത് ചെറിയ 2 പോരായ്മകളാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്കും കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പം ബോട്ട് എന്ന് പറയുന്നത് നല്ലൊരു ബ്രാൻഡാണ്. നിങ്ങളിപ്പോൾ ഗെയിമിങ്ങിനും മ്യൂസിക് കേൾക്കാനും വേണ്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ബോട്ട് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.